അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തിബ്ബുൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. അർഹമുർറാഹിമായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങളോട് സഹകരിക്കുന്ന എല്ലാവരെയും ഈ ദുആയിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ആമീൻ ആമീൻ ആമീൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 63-ാമത്തെ ആയത്ത് മുതൽ തുടങ്ങുകയാണ്. 62 ആയത്ത് വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ അഖദിനാ മീസാഖകും വറഫഅനാ ഫൗഖകുമുത് തൂറ ഖുദൂ മാ ആതൈനാകും ബിഖുവ്വത്തിൻ വദ്കുറൂ മാ ഫീഹി ലഅല്ലകും തത്തഖൂൻ. അല്ലാഹ് പറയുന്നു, നിങ്ങൾക്ക് മീതെയും തൂർ സീനാ പർവ്വതം ഞാനും ഉയർത്തിയേ. ഭൂകമ്പം തന്നെയാ ഞാനുമേ തന്നത്, നല്ലവരാകാനാ അത് ഞാനും ചെയ്തത്. മൂസാക്ക് ഞാനുമേ തൗറാത്തും തന്നത്, അതിനായി നിങ്ങളും വിശ്വാസം അർപ്പിക്കാൻ. തൗറാത്തിൻ നിർദ്ദേശം നിങ്ങളും പിൻപറ്റാൻ സൂക്ഷ്മതയുള്ളവർ ആകാനും തന്നെയാ. എന്നിട്ടും നിങ്ങൾ അതവൊന്നും കാട്ടിയില്ല. ഇക്കാര്യം എല്ലാമേ ഓർക്കണം എപ്പോഴും. അല്ലാഹുവിൻ്റെ റസൂലിനോട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, നബിയേ, ആ ഇസ്രായേൽ കൂട്ടങ്ങളുടെ കാര്യങ്ങളാണ് പ്രവാചകനോട് പറയുന്നത്. അല്ലാഹു ആ ഇസ്രായേൽ കൂട്ടരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഞാനൊരു ശിക്ഷ ഇറക്കിയത് ഒരു ഘോര ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് നിങ്ങൾ കാണുന്ന തൂര് സീനാ പർവ്വതം, അതിനെയൊന്ന് പിടിച്ചു കുലുക്കി നിങ്ങൾ മരണത്തോടുള്ള ഒരു ബോധക്ഷയമുണ്ടായി. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഞാൻ തന്നതെന്തിനാണെന്നറിയുമോ? നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുവാനും എന്നെ ഓർക്കുവാനും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഞാൻ ഇറക്കിക്കൊടുത്തതായ തൗറാത്തിൽ വിശ്വസിക്കാനുമാണ്. പക്ഷേ നിങ്ങൾ അതൊന്നും ചെയ്യാതെ അഹങ്കാരികളായി നിങ്ങൾ അവിടെ വിലസി നടന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ ശിക്ഷ ഇറക്കിയത് എന്ന് അല്ലാഹു പറയുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഇനിയും മാപ്പ് നൽകുകയാണ്. സീനാ പർവ്വതം അതിൻ മുകളിലാ മൂസാ നബിക്കന്ന് തൗറാത്തേകി. അന്ന് ഇസ്രായേൽ നേതാക്കന്മാർ താഴെ മരുഭൂമിയിൽ വസിക്കുന്നവരാ. അവർക്കും അതാമീതേ
കുട എന്നോണം സീനാ പർവതം സ്ഥിതി ചെയ്തതും മൂസാ നബിക്കേകിയ തൗറാത്തിനെ അവരും അശേഷവും ഉൾക്കൊണ്ടില്ലേ. ഇതിനാലിത് കാരണം അല്ലാഹുവും അവർക്കും ഇതാമീതേ ഭൂകമ്പവും ഭയന്ന് വിറച്ചവർ പറഞ്ഞു മൂസാ ഞങ്ങൾ ഇതാ നിന്നെ വിശ്വസിച്ചു. സമയം അതാ നിന്നേ ഭൂകമ്പവും സമയം അവർക്കുമേ സന്തോഷവും. നമ്മളിവിടെ മനസ്സിലാക്കണം, സീനാ പർവ്വതത്തിൻ്റെ മുകളിലായിരുന്നു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തൗറാത്ത് കൊടുത്തത്. ആ സീനാ പർവ്വതത്തിൻ്റെ താഴ്വരയിലായിരുന്നു മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അനുയായികളെന്ന് പറയുന്ന ഈ ഇസ്രായേൽ കൂട്ടങ്ങൾ താമസിച്ചിരുന്നത്. ഈ പർവ്വതം ഇവർക്ക് മീതെ ഒരു കുട പോലെ തോന്നിക്കുമാറായിരുന്നു എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. കുട പോലെ അവർക്ക് തോന്നും ഈ പർവ്വതം. തൗറാത്തിറങ്ങിയ പർവ്വതം ഇസ്രായേലുകാർ നോക്കിയാൽ അതൊരു കുട പോലെ അവർക്ക് തോന്നുമായിരുന്നു. എന്നിട്ട് ആ സീനാ പർവ്വതം ഒന്ന് അള്ളാഹു പിടിച്ചുലക്കുകയാണ്. കാരണം എന്താണ്? മൂസാ നബി അലൈഹിസ്സലാം ആ പർവ്വതത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തൗറാത്ത് കിട്ടുകയും ആ തൗറാത്ത് മരുഭൂമിയിൽ കഴിയുന്നതായി ഇവർക്ക് കൊണ്ടുവന്ന് നൽകുകയും അതിലെ ആശയങ്ങളും അർത്ഥങ്ങളും കാര്യങ്ങളുമെല്ലാം ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ഇവർ അതിനെ അനുസരിക്കാതെ അവർ ധിക്കാരപൂർവം നടക്കുകയും ചെയ്തപ്പോൾ ഇവർക്ക് തലയ്ക്ക് മീതെ നിന്നതായ പർവ്വതം സീനാ സീനാ പർവ്വതം എന്നാണ് അതിൻ്റെ പേര്. ആ സീനാ പർവ്വതം ഒന്ന് അല്ലാഹു ഭൂകമ്പത്താലൊന്ന് പിടിച്ചു കുലുക്കുകയാണ്. അങ്ങനെ കുലുക്കുന്ന സമയത്താണ് അവർ ബോധം കെട്ട് മരണശയ്യയിലാകുന്നത്. മരണശയ്യയല്ല, മരണത്തോടടുത്ത ബോധം കെടലാണ്. എന്നിട്ട് അവർക്ക് അള്ളാഹു ആ ബോധക്ഷയത്തിൽ നിന്നും അവരെ ഉണർത്തുകയാണ്. അങ്ങനെ പേടിച്ച് വിറച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, മൂസാ ഇനി ഞങ്ങളൊരു തെറ്റും ചെയ്യുകയില്ല. മൂസാ നിന്റെ പടച്ചവനോട് പറയണം, ഇതുപോലുള്ളതായ ശിക്ഷാ നടപടികളിൽ ഞങ്ങളിൽ തരല്ലേ എന്ന് പറയണം മൂസാ. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ഈ കാപട്യം നിറഞ്ഞ ഇസ്രായേലുകാർക്ക് വേണ്ടി അള്ളാഹുവിനോട് വീണ്ടും ദുആ ചെയ്തു. അള്ളാഹു പുറത്തു കൊടുക്കുകയാണ്. അതാണ് ഈ 63-ാമത്തെ ആയത്തിൻ്റെ ആശയം. എന്നിട്ടോ ഇവർ നന്നായി. ബാക്കിയുള്ള ആയത്ത് 64-ാമത്തെ ആയത്ത് നോക്കാം. ثُمَّ تَوَلَّيْتُم مِّن بَعْدِ ذَلِكَ അതിനുശേഷവും അവർ അള്ളാഹുവിൻ്റെ കരാറ് വിട്ട് പിന്തിരിഞ്ഞു. അവരാദ്യം പറഞ്ഞല്ലോ ബോധക്ഷയമൊക്കെ റെഡിയായി ക്ലിയറായതിനു ശേഷം പറഞ്ഞു, ഞങ്ങൾ ഇനി വിശ്വസിക്കാം, നിന്റെ റബ്ബിനോട് ദുആ ചെയ്യ്, ഞങ്ങൾ നന്നായിക്കൊള്ളാം. പക്ഷേ അവരാ കരാറിൽ നിന്ന് പിന്തിരിയുകയാണ് ചെയ്തത്. ثُمَّ تَوَلَّيْتُم مِّن بَعْدِ ذَلِكَ അതിനുശേഷവും അവർ അള്ളാഹുവിൻ്റെ കരാറ് വിട്ട് പിന്തിരിഞ്ഞു നബിയേ എന്ന് ലോക നേതാവ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ മുഖേന അല്ലാഹു അറിയിക്കുകയാണ്, ഫലൗലാ ഫളലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, അല്ലാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും ഇല്ലായിരുന്നു എങ്കിൽ നബിയേ ലകുന്തും മിനൽ ഖാസിരീൻ, നിങ്ങളെല്ലാം ജീവിത വിജയം നിശേഷം നഷ്ടപ്പെട്ടവരിൽ ഉൾപ്പെട്ടു പോകുമായിരുന്നു എന്ന് ഞാൻ അവരോട് പറഞ്ഞു ഹബീബേ. അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും അവൻ കാട്ടിയില്ലായിരുന്നു എങ്കിൽ അവർക്ക് ജീവിത വിജയമേ ഒരിക്കലും നീ ഇസ്രായേലുകാർക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്ന് അള്ളാഹു നബിയോട് ഉണർത്തുകയാണ്. ഇനി 65-ാമത്തെ ആയത്തിൽ എന്താണ് അള്ളാഹു പറയുന്നത്? അത് വളരെ ഗൗരവമേറിയ ഒരു ആയത്തും അത് മാത്രവുമല്ല മനുഷ്യന് ഒരു ഉപദേശവും കൂടിയാണ്. വലഖദ് അലിംതുമുല്ലദീന അഅ്തദൗ മിൻകും ഫിസ്സബ്ത്, വലഖദ് അലിംതുമുല്ലദീന അഅ്തദൗ മിൻകും ഫിസ്സബ്ത്, ഓ ഇസ്രായേലുകാരേ, അള്ളാഹു പറയുകയാണ് ഇസ്രായേലുകാരോട്, അള്ളാഹു പറയുകയാണ്, നിങ്ങളിൽ വെച്ച് ശനിയാഴ്ച ദിവസം അതിക്രമം പ്രവർത്തിച്ചവരെ കുറിച്ച് നിങ്ങൾക്ക് നല്ലപോലെ അറിവുണ്ടല്ലോ. ഇസ്രായേലുകാരോട് അള്ളാഹു പറയുന്നു, ശനിയാഴ്ച ദിവസം അതിക്രമം കാണിച്ച ആൾക്കാരെ പറ്റി നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാമല്ലോ, അവർ നിങ്ങളിൽ ഉള്ളവരായിരുന്നല്ലോ. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഫഖുൽനാ ലഹും, അവർ അക്രമം പ്രവർത്തിച്ചപ്പോൾ ഞാൻ അവരോട് കൽപ്പിച്ചു, കൂനൂ ഖിറദതൻ ഖാസിഈൻ, കൂനൂ ഖിറദതൻ ഖാസിഈൻ, നിങ്ങൾ നിന്ദ്യരായ കുരങ്ങന്മാരായി തീരുക. അങ്ങനെ അവർ കുരങ്ങന്മാരായി തീർന്ന ആ ചരിത്രം നിങ്ങൾക്ക് അറിവില്ലേ ഇസ്രായേൽക്കാരേ? മീനും പിടിക്കുന്ന ജോലിയുണ്ടേ, എല്ലാ ദിവസവും പോകുന്നുണ്ടേ, അല്ലാഹുവരോടായി പറഞ്ഞു നിങ്ങൾ ശനിയും ദിവസത്തിൽ പോകേണ്ടതേയില്ല. ഇസ്രായേൽ കൂട്ടരിൽ നിന്ന് ചില കൂട്ടർ കുറേ ആൾക്കാർ ഇഷ്ടം പോലെ മീൻ പിടിക്കാൻ നദിയിൽ സമുദ്രത്തിൽ പോകുമായിരുന്നു, എല്ലാ ദിവസവും പോകുമായിരുന്നു. അള്ളാഹു അവരോട് പറയുകയാണ്, അതല്ല, നിങ്ങൾ എല്ലാ ദിവസവും മീൻ പിടിക്കാൻ പോകേണ്ട കാര്യമില്ല. ഒരു ദിവസം അഥവാ ശനിയാഴ്ച ദിവസം നിങ്ങൾ ഒഴിവാക്കണേ. അന്ന് എനിക്ക് വേണ്ടി നിങ്ങൾ സുജൂദ് ചെയ്യണം, എനിക്ക് വേണ്ടി നിങ്ങൾ ആരാധിക്കണം, എനിക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണമെന്ന് ഇസ്രായേൽ കൂട്ടങ്ങളോട് പറയുകയാണ് അള്ളാഹു. അന്ന് എനിക്കായി വണങ്ങ വേണം, അവരും അത് വെളിവാൽ സമ്മതിച്ചു. അതൊക്കെ അവർ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. പക്ഷേ മനസ്സിൽ അവർക്ക് സന്തോഷമില്ല. നോക്കിയവരന്ന് സമുദ്രത്തിലെ ഇഷ്ടം യഥേഷ്ടമായി മത്സ്യം വന്നു. അള്ളാഹു പോണ്ട എന്ന് പറഞ്ഞ ദിവസം ശനിയാഴ്ച ദിവസം അവർ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോയി നോക്കുകയാണ്. അപ്പോഴോ എന്നത്തേക്കാളും ഇഷ്ടം പോലെ മത്സ്യങ്ങൾ അവിടെ പിടിക്കുന്ന സ്ഥലത്ത് വന്നടിഞ്ഞുകൂടിയിരിക്കുകയാണ്.
അങ്ങനെ അവരിതാ ഇഷ്ടം പോലെ മത്സ്യത്തിനെ കണ്ടപ്പോൾ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് അള്ളാഹുവിന് സുജൂദ് ചെയ്യാതെ, അള്ളാഹുവിനെ ആദരിക്കാതെ, അള്ളാഹുവിനെ വണങ്ങാതെ അവരാ മീൻ പിടിക്കാൻ വേണ്ടുന്ന തൊഴിലിൽ അവർ ഏർപ്പെട്ടു. റബ്ബിനാജ്ഞയും അവർ ലംഘിച്ചു, അതിനാൽ ശപിച്ചവൻ കുരുങ്ങകട്ടെ. റബ്ബിനാജ്ഞയും അവർ ലംഘിച്ചു, അതിനാൽ ശപിച്ചവൻ അവർ കുരങ്ങാകട്ടെ. മനുഷ്യ സദൃശ്യം കുരങ്ങിനുണ്ട്, എന്നാൽ മനുഷ്യൻ്റെ ഗുണം ഇല്ലെന്നേ. അങ്ങനെ ഇഷ്ടം പോലെ മീൻ കണ്ടതുകൊണ്ട് അവരിതാ അള്ളാഹുവിനെയും മൂസായെയും മറന്നുകൊണ്ട് തൗറാത്തിനെയും ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവർ സമുദ്രത്തിലിറങ്ങി മീൻ പിടിക്കാൻ തുടങ്ങി. ഇഷ്ടം പോലെ വാരി വാരി അവർ നിറയ്ക്കുകയാണ്. ഇത് കണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ ശപിക്കുകയാണ്. നിന്ദ്യരായ കുരങ്ങന്മാരാകട്ടെ, വെറും കുരങ്ങന്മാരെന്നല്ല പറഞ്ഞത്, നിന്ദ്യരായ കുരങ്ങന്മാരാകട്ടെ ആ മീൻ പിടിച്ചവരെല്ലാം എന്ന് അള്ളാഹു അവരെ ശപിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു തന്നെ പറയുകയാണ്, മനുഷ്യ സാദൃശ്യം ആ കുരങ്ങിന് ഉണ്ട്. ഇന്ന് കാണുന്ന കുരങ്ങിനൊക്കെ മനുഷ്യ സാദൃശ്യമുണ്ട്, പക്ഷേ മനുഷ്യൻ്റെ ഗുണമില്ലല്ലോ. കാര്യം ഇതെല്ലാമേ അന്നുള്ളോർക്കും വരുമേ പിൽക്കാലം അവർക്കും തന്നെ. ഈ കാര്യങ്ങളെല്ലാം അന്നുള്ളവർക്കും ഇനി ഖിയാമത്ത് നാൾ വരെ വരുന്നവർക്കും ഒരു പാഠം തന്നെയാണ്. പാഠം ഇതാക്കി അല്ലാഹ് തന്നെ തത്വം ഉപദേശം എല്ലാവർക്കും. ഇതൊരു തത്വ ഉപദേശമായി കാണാം. ഇന്ന് ആ ശനിയാഴ്ചയ്ക്ക് പകരമാണ് ഇന്ന് വെള്ളിയാഴ്ച ദിവസം നമ്മളെല്ലാവരും ജുമാക്ക് പോകുന്നത്, ഒരുമിച്ച് കൂടുന്നത്. അന്ന് ശനിയാഴ്ച ആയതുകൊണ്ടും അന്ന് ശനിയാഴ്ച ദിവസം ഇവർ ഇതുപോലുള്ളതായ കാര്യങ്ങൾ കാണിക്കുകയും ആ ശനിയാഴ്ച ദിവസത്തിൽ ഈ ഇസ്രായേലുകാരെ അള്ളാഹു ശപിക്കുകയും അങ്ങനെ ശനിയാഴ്ച ദിവസം മാറ്റി വെള്ളിയാഴ്ച ദിവസം ലോക മുസൽമാൻ അള്ളാഹുവിനെ ആരാധിക്കാൻ, ഒരുമിച്ച് ഒരു ദിവസം ആരാധിക്കാൻ അള്ളാഹു വെള്ളിയാഴ്ചയെ നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്തു. അടുത്ത ആയത്തിലേക്ക് നോക്കാം. ഫജഅൽനാഹാ നകാലൻ ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹാ വമൗഇദതൻ ലിൽ മുത്തഖീൻ. فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. അങ്ങനെ ആ മഹാസംഭവം അത് ഉള്ളവർക്കും അന്ന് ഉള്ളവർക്കും പിൽക്കാലത്ത് വരുന്നവർക്കും ഞാനൊരു പാഠമാക്കി വെച്ചു. സൂക്ഷ്മതയുള്ളവർക്ക് ഇത് ഒരു തത്വ ഉപദേശമാക്കി സ്വീകരിക്കാവുന്നതാണ് നബിയേ എന്ന് അല്ലാഹു ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ മുഖേന അറിയിച്ചു കൊടുക്കുകയാണ്. അത്തര ധിക്കാരികളായിരുന്നു അന്നും ഇന്നും ഈ ഇസ്രായേൽ കൂട്ടങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇനി 66-ാമത്തെ ആയത്ത് മുതലുള്ള വിശദീകരണമാണ്
ഇൻഷാ അല്ലാഹ് അത് നാളെ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.